ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം എല്ലാവരും ഒന്ന് പാനിക് മോഡിലായിരിക്കും എന്ന് കരുതുകയാണ്. സോ പാനിക് ഒന്നും വേണ്ട. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണ് ആൻഡ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി കാര്യങ്ങളും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നലത്തെ ഒരു വലിയ ഗ്യാപ് ഡൗണിന് ശേഷം മാർക്കറ്റ് എന്താ ചെയ്തത്? 23,790 റേഞ്ചിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി ഡൗൺ ആണ്, 82 പോയിന്റ്സ് ഡൗൺ ആണ്. ആൻഡ് S&P ആൻഡ് നാസ്ഡാക്ക് സൈഡ്ലി ഇന്നലത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ റിക്കവറി കാണിച്ചിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സ് അത്യാവശ്യം നല്ല ഡൗൺ ആണ്, ബട്ട് ഏഷ്യൻ മാർക്കറ്റ്സ് തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും ജാപ്പനീസ് മാർക്കറ്റ്, സ്ട്രേറ്റ് ടൈംസ്, ഹാങ്സങ്, തായ്വാൻ വെയ്റ്റഡ് എല്ലാം പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയും സോ നമുക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഇന്ന് 391 പോയിന്റ്സ് അപ്സൈഡ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത്. സോ മേ ബി നമുക്ക് ഒരു 250 to 300 പോയിന്റ്സിൻ്റെ ഒരു അപ്സൈഡ് പോസിബിലിറ്റി നിലവിലുണ്ട്. ഓക്കെ, നിലവിൽ 24,000 ആണ്. മേ ബി 24,300 റേഞ്ചിലേക്ക് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ 24,400 മുകളിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സ്ട്രോങ് റിക്കവറി ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് പറയാൻ കാര്യം, ഇപ്പോൾ നമുക്ക് ഇന്നലെ US ഓയിലിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം. ക്രൂഡ് പ്രൈസ് ഇന്നലെ കയറിപ്പോയി എത്രയാണ് നമുക്കറിയാം. ഇൻട്രാഡേ ലെവലിൽ നോക്കുകയാണെങ്കിൽ ക്രൂഡ് പ്രൈസ് ഇന്നലെ മോസ്റ്റ്ലി 50% കയറിപ്പോയി. 80 റേഞ്ചിൽ നിന്ന് 118 റേഞ്ച് വരെയൊക്കെ കയറിപ്പോയി ഇൻട്രാഡേ ലെവൽ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ. ആൻഡ് അവിടെ നിന്ന് ഇൻട്രാഡേ ലെവൽ പരിശോധിക്കുമ്പോഴത്തേക്കും ക്രൂഡ് ഏകദേശം സെല്ലിംഗ് പ്രഷർ നേരിടുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ക്രൂഡ് പ്രൈസ് എവിടെ ഇനി സപ്പോർട്ട് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൂഡ് പ്രൈസ് നിലവിൽ ഇനി ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഒരു 77 റേഞ്ചിൽ ക്രൂഡ് US ഓയിൽ $77 ട്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു മേഖല എത്തുമ്പോഴത്തേക്ക് ഒരു ഡിമാൻഡ് എടുത്ത് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ക്രൂഡ് ഇടിഞ്ഞത് കൊണ്ട് തന്നെ മേ ബി സ്റ്റോക്ക് മാർക്കറ്റ്സ് എല്ലാം ഏകദേശം ഒരു പാനിക് സിറ്റുവേഷനിൽ നിന്നും റിക്കവറി ആവുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്നലെ അത്യാവശ്യം സാമാന്യ വലിയ ഒരു തകർച്ചയിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം ബാങ്ക് നിഫ്റ്റിയും അത്യാവശ്യം നല്ല തകർച്ചയിലുണ്ടായി. പക്ഷേ നിങ്ങൾ അത് ക്യാൻഡിൽ ക്ലോസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ആ ലോവർ ലെവലിൽ നിന്നും റിക്കവറി ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഞാനും ഇന്നലെ ഒന്നും ചെയ്തിട്ടില്ല. മീഡിയം ടേം ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസ് എല്ലാം അവിടെ ഇട്ടിരുന്നു. ജസ്റ്റ് സമാധാനത്തോടെ ഹോൾഡ് ചെയ്തു. എന്തായാലും ഈ ഒരു ക്രാഷിന് ഒരു അന്ത്യം ഉണ്ടാവുമല്ലോ, അത് വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. അത്യാവശ്യം എൻ്റെ സ്റ്റോപ്പ് ലോസിലൊന്നും അടിച്ചിട്ടില്ല. ആൻഡ് ആ ഒരു മാനസികാവസ്ഥ അവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ടൊക്കെ വളരെ മൈന്യൂട്ട് ലെവൽസിലൊക്കെയാണ് ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞാൻ എടുത്തതെല്ലാം ഇനി എന്തായാലും കുറച്ച് മാസങ്ങൾ ഹോൾഡ് ചെയ്യണമെന്നുള്ള വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കാര്യം അത്രയും നല്ല ലെവൽസാണ്. ഡൗൺ സൈഡ് വന്ന ലെവൽസിൽ നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റോക്സും ഹോൾഡ് ചെയ്തു അവിടെ വെച്ചുകൊണ്ടിരുന്നു. അത്യാവശ്യം നല്ല ക്രാഷും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമുക്കത് നോക്കാമെന്നുള്ള മൈൻഡ് സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ MRP അടക്കമുള്ള സ്റ്റോക്കുകൾ വളരെ ഹോട്ട് സ്റ്റോക്കാണ്. എല്ലാവരും ഫേവറേറ്റ്സിലുള്ള സ്റ്റോക്കാണ്. അത് എല്ലാത്തിലും ക്രാഷ് വന്നത്. അപ്പം നമുക്കതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മാർക്കറ്റ് അത്യാവശ്യം വോളറ്റൈലായിരുന്നു ആൻഡ് എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം ആയിരുന്നു. അപ്പം മീഡിയം ടേം എടുക്കുന്നവർക്കൊന്നും നോക്കാനില്ല, അതവിടെ വെച്ച് ഇരിക്കുക എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഒരാഴ്ചയായിട്ട് വലിയ ആക്റ്റീവ് ഒന്നും അല്ല. നമുക്ക് കൂടുതൽ വരട്ടെ, നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് ഇടും, ന്യൂസസ് ഇടും. അപ്പം ഞാനും എൻ്റെ ഫോക്കസിൽ വെച്ചിരുന്നത് മാർക്കറ്റ് റിക്കവറായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആക്റ്റീവ് ആക്കി കൊണ്ടുപോകാം. അപ്പം മോസ്റ്റ്ലി ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ പുതിയ ചാനലാണ്, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കമ്പൽസറി ആയിട്ടൊന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് മാർക്കറ്റ് എല്ലാം ഓക്കെ ആകുമ്പോൾ ചാനലൊന്ന് നല്ലതായിട്ട് ആക്റ്റീവ് ആക്കുക, നല്ല സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇടാം. ആൻഡ് നല്ല സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസസും എല്ലാം ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഒന്ന് ജോയിൻ ആവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ റീച്ച് ചെയ്യുകയും ചെയ്യാം. നമുക്ക് എന്തായാലും ഒരുമിച്ച് വളരാനായിട്ടുള്ള ഒരു ശ്രമം നമുക്ക് നടത്താം. ആൻഡ് ഇന്ന് പ്രത്യേകിച്ച് ന്യൂസസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെറിയ ന്യൂസസ് ഒക്കെ ഇന്നുണ്ട്. ബട്ട് മാർക്കറ്റ് റിക്കവർ ആയ ശേഷം മതി ന്യൂസ് ബേസ്ഡ് ട്രേഡിങ്ങുകളൊക്കെ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. പിന്നെ മിന്ത കോപ്പ് US ബേസ്ഡ് ഒരു ടേൺ ടൈറ്റ് ഡ്രൈവ്സ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് നെക്സ്റ്റ് ജനറേഷൻ മോട്ടോ കൺട്രോളേഴ്സും എക്ഷ്യൽ ഫ്ലക്സ് ഫോട്ടോസും പമ്പ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത് ഡിക്സൺ ടെക്നോളജീസ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് അപ്രൂവൽസ് ഒക്കെ നേടിയെടുത്തിട്ടുണ്ട്. സബ്സിഡിയായിട്ട് ബന്ധപ്പെട്ട് ജോയിന്റ് വെഞ്ചേഴ്സ് ചെയ്യാനായിട്ടുള്ള. പിന്നെ ലെമൺ ട്രീ ഹോട്ടൽസ് ലൈസൻസ് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. 76 റൂം നോ ഹോട്ടൽ, അത് ഗോരഖ്പൂരിലാണ് പുതിയ പ്രോപ്പർട്ടി വാങ്ങി ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്.
ഇതൊക്കെ തന്നെയാണ് ന്യൂസസ് ഉള്ളത്. പൊതുവേ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് മാർക്കറ്റ് അപ്പ് ആവുന്ന വരെ ഇങ്ങനത്തെ ന്യൂസ് ബേസ്ഡ് ട്രേഡിങ്ങുകളൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് കാംലി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ന്യൂസസിന് വലിയ ഇമ്പോർട്ടൻസ് ഇപ്പം ഞാൻ കൊടുക്കാത്തത്. ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. നിഫ്റ്റിയിൽ ഒരു ഓവറോൾ മൂവ്മെൻറ്റ് കണ്ടിട്ട് നമുക്ക് എന്തായാലും ട്രേഡിങ് ആക്റ്റീവ് ആക്കാന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു മീഡിയം ടേം ഹോൾഡ് ചെയ്യുന്ന ട്രേഡ് ആണെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക. മാർക്കറ്റിൻ്റെ റിക്കവറി താമസിക്കാതെ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുക. കാര്യം ഞാനും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ ഒരു ഇത്രയും വലിയൊരു സെൽ ഓഫ് നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ ടോപ്പ് റേഞ്ചിൽ നിന്ന് എത്ര റേഞ്ചാണ് മാർക്കറ്റ് ഇടിഞ്ഞതെന്ന് നോക്കുവാണെങ്കിൽ മോസ്റ്റ്ലി 10% ഇടിഞ്ഞിട്ടുണ്ട് നിഫ്റ്റി. അപ്പോൾ ഇനി എവിടെ ഇടിയാനാണെന്ന് ചോദിച്ചാൽ, ഇനി ഇടിയുകയാണെങ്കിൽ അടുത്ത റേഞ്ച് 22,830 എന്നുള്ള റേഞ്ചാണ്. സോ ആ ഒരു ഭാഗം എത്തുകയാണെങ്കിൽ ടോട്ടൽ മാർക്കറ്റ് ഫോൾ ചെയ്യുന്നത് മോസ്റ്റ്ലി 13% ആണ്. അപ്പോൾ അത്രയും റേഞ്ചിലേക്ക് മാർക്കറ്റ് ഇനി പോകുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയയാണ്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് 24,000 എന്നുള്ള ഏരിയയിലേക്ക് റിക്കവറി ഉണ്ടാവുമോ എന്നുള്ള കാര്യമാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. അപ്പം 24,400 റേഞ്ചിന് മുകളിലൊക്കെ ക്ലോസിങ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, സ്ട്രക്ചറലി ഈ ഒരു ബുള്ളിഷ് സ്ട്രക്ചറിലേക്ക് ഈ സ്റ്റോക്ക് പോകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് വാച്ച് ചെയ്യാം. ഇൻട്രാഡേ ലെവലിൽ നിഫ്റ്റി നോക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട സോൺസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. 24,890 എന്ന് പറഞ്ഞാൽ വലിയൊരു സോണുണ്ട്. ആ റേഞ്ചിന് മുകളിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു സ്ട്രക്ചറിൽ എനിക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് ഞാൻ എത്തും. ആൻഡ് അടുത്ത ഇൻട്രാഡേ ലെവൽ എന്ന് പറയുന്നത് 24,300. ഈ ഒരു 300 റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ആദ്യത്തെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാൻ പോസിബിലിറ്റി ഉള്ള സാധ്യത 24,300 എന്ന് പറഞ്ഞ സോണാണ്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൽ ഒരു ബയേഴ്സിന്റെ സ്ട്രെങ്ത് കൂടിക്കൂടി വരും. എങ്ങനെ ഞാൻ ഘട്ടം ഘട്ടമായിട്ട് കൂടിക്കൂടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മാർക്കറ്റിന്റെ റിക്കവറി മോഡ് എങ്ങനെയാണെന്ന് സൈലന്റ് ആയിട്ടിരുന്ന് വാച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, സോ താങ്ക് യു.